ജനവിധി അംഗീകരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ UDF 100-ലധികം സീറ്റ് നേടിയെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്തായാലും ജനവിധി നമ്മളത് അംഗീകരിക്കുകയാണ്. പക്ഷേ നേരത്തെ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഇനി അവർ ചെയ്ത് കാണിക്കണം. അത് കേരള ജനതയോട് അത് അവർ വിശദീകരിക്കേണ്ടി. ഇവർ എത്ര ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ സമരം നടത്തിയ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് എത്രയാണ് കൊടുക്കാന്ന് പറഞ്ഞത്? 2000 5000. അല്ല, അതൊന്നും അല്ല ഇപ്പോഴത്തെ. അതൊക്കെ കൊടുക്കട്ടെ, അതൊക്കെ സമയം വരും. അത് ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. അത് ആരെയും ഒരു 2 മാസം വരട്ടെ. അത് ഞാൻ പോട്ടെ. മറ്റൊരു കാര്യം, ഈ ആശാ സമരത്തോടൊക്കെ നിങ്ങൾ കാട്ടിയത് എന്താണ്? ജനകീയ സമരങ്ങളോട് പിണറായി സർക്കാർ കാട്ടിയ വിമുഖതയുണ്ട്. അവരെ പരിഹസിക്കുന്ന ഒരു രീതിയുണ്ട്. അത് അംഗീകരിക്കാത്തവർ ആരാണെന്ന് അറിയാമോ? അത് അംഗീകരിക്കാത്ത CPM-ന്റെ അണികളാണ്. അവരാണ് വോട്ട് ചെയ്ത് പിണറായി വിജയനെ താഴെ ഇറക്കിയത്. യഥാർത്ഥത്തിൽ അത് പരിഹരിക്കേണ്ടത് കേരള സർക്കാരാണ്. അങ്ങനെയൊക്കെ എല്ലാം അറിയാലോ. കേന്ദ്ര സർക്കാരാണ് അതിന്റെ വകുപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത്. കേരള സർക്കാരിന് പരിമിതിയുണ്ട്. പക്ഷേ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിനാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരി സമരത്തിനിറങ്ങിയ കോൺഗ്രസ്സുകാരാണ്. പിന്നെ KSRTC സ്ത്രീകളെ എല്ലാവർക്കും സൗജന്യമായി യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൗജന്യമായി യാത്ര ചെയ്യാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ചെയ്യണത് കാപട്യം പറഞ്ഞ് നിങ്ങൾ ഇത്തവണ ജനങ്ങളെ പറ്റിച്ചാൽ നമ്മളത് ചോദ്യം ഇരിക്കട്ടെ. അല്ല, എനിക്ക് തോന്നുന്നില്ല. UDF-ന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് ജനങ്ങൾ UDF-ന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചല്ല UDF-നെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. ജനങ്ങൾ UDF-നെ അധികാരത്തിൽ കയറ്റിയത് LDF-നോടുള്ള വിരോധം കൊണ്ടാണ്. പിണറായി വിജയന്റെ പ്രവൃത്തി കൊണ്ടുള്ള വിരോധം കൊണ്ടാണ്. ഇത്രയും മന്ത്രിമാർ തോറ്റത് അതുകൊണ്ടാണ്. അല്ലാതെ UDF-ന്റെ ഈ വാഗ്ദാനങ്ങൾ, ഈ മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ചല്ല. കാരണം പിണറായി സർക്കാർ അത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ചതായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, അണികൾക്ക്, CPM-ന്റെ അണികൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് CPM-ന്റെ അന്ത്യം കുറിക്കുന്ന ഒന്നായി മാറുമെന്ന്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമൊക്കെ കോൺഗ്രസ് ഇല്ലാതാകരുത് എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക്. അതുമൊക്കെ ഇവിടെ പ്രതിഫലിച്ചു. പിന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞാലും അതിന് റാൻ മൂളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ശ്രീ വെമ്പായം നസീർ, ഇനിയിപ്പോൾ ഒരു ന്യായീകരണം ഇക്കാര്യത്തിലില്ല. അതിനിപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സമയമല്ല. അല്ല, അത് ചോദിക്കണം. കാര്യം എന്താ പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ ഇതൊക്കെ പറഞ്ഞ് മലയാളികളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോ മഞ്ജുഷ പറഞ്ഞ എന്താണ്? മുൻ മന്ത്രിമാര് തോറ്റിട്ടില്ലേ സാറേ? ഇപ്പോഴത്തെ മന്ത്രിമാർ, മുൻ മന്ത്രി കോൺഗ്രസിലെ UDF-ൽ മുൻ മന്ത്രിമാർ തോറ്റിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ തോക്കുമ്പോ മാത്രം ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ മുൻ കാലഘട്ടങ്ങളിൽ UDF-ന്റെ മന്ത്രിമാര് അതിദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചരിത്രം വേണമെങ്കിൽ ഞാൻ തെളിവ് നിരത്താം. അതുകൊണ്ട് വിജയം പരാജയമൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങളിപ്പോൾ 100 സീറ്റ് നേടി ഇപ്പോൾ അധികാരത്തിൽ വന്നു. പക്ഷേ ഈ വിജയം നെഞ്ചി കൈവച്ച് നിങ്ങൾക്ക് പറയാമോ? നെഞ്ചി കൈവച്ച് ഇത് ജനകീയ വിജയമാണ്, ഇത് ജനങ്ങൾ നമുക്ക് നൽകിയ വിജയമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. ഇത് കോടിബി സഖ്യത്തിന്റെ വിജയമാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും RSS-നെയും സംഘപരിവാറിനെയും വലത് കൈയിൽ ഹിന്ദുത്വ രാഷ്ട്രീയവും ഇടത് കയ്യിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം രാഷ്ട്രങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട് കോലീബി സഖ്യത്തെ വിജയമാണ് നടന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇരിക്കട്ടെ സാറേ. ജമാഅത്തെ ഇസ്ലാം എന്താണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുത്ത് VD സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും സംഘപരിവാറിനെയും കോലീബി സഖ്യമുണ്ടാക്കി. ഇദ്ദേഹം ഈ വെറുതെ പറയുന്ന കാര്യത്തിനകത്ത് എനിക്ക് ഞാൻ താങ്കളുടെ ആർഗ്യുമെന്റ് കേൾക്കുന്ന അതിനകത്ത് മറുപടി പറയാനുള്ള അവകാശം കോൺഗ്രസിനെതിരെയും UDF-നെതിരെയാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അല്ലെങ്കിൽ ലീഗിനെതിരെ ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും സാക്ഷാൽ പിണറായി വിജയനുമാണ്. പിണറായി വിജയന്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ വെള്ളാപ്പള്ളിയാണ് തൊട്ടു പിറ്റേ ദിവസം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് മലപ്പുറം
ജില്ലയ്ക്കെതിരെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മലബാറിലെ ലീഗിനെതിരെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം പറഞ്ഞു കോലീബി സഖ്യമൊക്കെ പറഞ്ഞു, അതൊക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേമം നിയോജക മണ്ഡലത്തിൽ വി ശിവൻകുട്ടിയുടെ പത്രസമ്മേളനത്തിൽ മഞ്ജുഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു SDPയുടെയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കും. അത് കഴിഞ്ഞ് പോട്ടെ, പാർട്ടിയുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഞങ്ങൾക്ക് വോട്ട് ആര് നൽകിയാലും സ്വീകരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഞങ്ങൾക്ക് ഒരു മത തീവ്രവാദിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് RSSന്റെ വോട്ടും വേണ്ട, SDPയുടെ വോട്ടും വേണ്ട എന്ന് തുറന്നു പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ഈ പറയുന്ന പോലെ കോലീബിസി തോറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭരണിപ്പാട്ട് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന ക്യാപ്സൂളും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇത് കോൺഗ്രസ്, നിങ്ങൾ പറയുന്ന പോലെ നെഞ്ചി കൈവച്ച് പറയാൻ കഴിയും. ആത്മാർത്ഥതയുള്ള ജനങ്ങൾ കോൺഗ്രസ് നൽകിയ വിജയമാണ്. അത് നെഞ്ചി കൈവച്ച് തന്നെ പറയാൻ കഴിയും. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളുടെ കള്ളത്തനം, നിങ്ങളുടെ പൊള്ളത്തനം 10 വർഷക്കാലമായി ഇവിടെ പ്രീണനം നടത്തിക്കൊണ്ട് ഏറ്റവും വലിയ BJPയേക്കാൾ RSSനേക്കാളും ഏറ്റവും നന്നായി വർഗീയത പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. ഓരോ സ്ഥാനാർത്ഥിയെ, ഓരോ നിയോജക മണ്ഡലത്തിൽ ഓരോ സ്ഥാനാർത്ഥി ഇടുമ്പോൾ പോലും എടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ, പറയുന്ന ക്യാപ്സൂളുകൾ, ഇടുന്ന സ്ഥാനാർത്ഥികളുടെ ജാതി മതം നോക്കി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജനങ്ങൾ അങ്ങനെ അല്ല ചിന്തിച്ചത് എന്നുള്ള കാര്യത്തിൽ അല്ല, പല മണ്ഡലങ്ങളും അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ തവനൂർ നോക്കുക, അവിടെ VS ജോയിയാണ് വിജയിച്ചത്. VS ജോയി തോൽപ്പിച്ചത് ആരെയാണ്? KT ജലീലിനെയാണ്. അത് VS ജോയിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒറ്റ വോട്ട് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ അവിടെ പക്ഷെ നിങ്ങളാണ് ഈ മതം തിരിച്ച് കാര്യങ്ങൾ ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.